മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് ആണ്. ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്? എപ്പോഴാണ് വരിക? അത് ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ അതിന്റെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ദിവസത്തെ ഷൂട്ടിന് പോയായിരുന്നു. അതെന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം. അപ്പൊ ഒരു ദിവസം മമ്മൂക്കയെ കാണാൻ വെറുതെ പോയതാ ലൊക്കേഷനിൽ, ഈ സിനിമയുടെ തന്നെ ലൊക്കേഷനിൽ വെറുതെ പോയതാ. അപ്പൊ പോയപ്പോഴത്തേക്കും മഹേഷ് ഏട്ടൻ ചോദിച്ചു, ഒരു ചെറിയ ക്യാരക്ടർ, ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പം പക്ഷെ എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞില്ല. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി ഷോട്ട് എടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഗൈസ് ഇതിൽ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഒരു ഷോട്ടാണ്, അല്ല ഒരു സീനാണ്, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാനിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മൂക്കയെ കണ്ടു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ആൻഡോ ചേട്ടൻ എന്തായി ഗ്രേസേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ അപ്പോഴും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പം മമ്മൂക്ക പറഞ്ഞു അതവള് കുഴപ്പമില്ല, അവൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആൻഡോ ചേട്ടൻ നോക്കിയപ്പോൾ ആൻഡോ ചേട്ടൻ ഓക്കെ അല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇനി കൂടെ ഞാൻ എന്തോ ഓക്കെ പറയാനാ, ഞാൻ വരുന്നു. പിന്നെ ഡൽഹിയിൽ പോയി ഒരു ദിവസത്തെ ഷൂട്ട് ചെയ്തു. ഇനിയുണ്ട്, ബാലൻസ് ഉണ്ട്. പക്ഷെ ഈ അവസ്ഥ ഞാൻ കണ്ടു. നമ്മൾ ഇതിന്റെ കാര്യം പറയില്ല, ഇതിന്റെ പ്രൊമോഷനായിട്ട് നമ്മൾ ഇതേപോലെ ഇന്റർവ്യൂ ഉണ്ട്, പുറത്ത് സാറ് സംസാരിച്ചിരിക്കുക, ഗ്രേസ് എടുത്തേക്കുക. അപ്പൊ അവിടെ PR അജിത് സാറിന്റെ മാനേജറാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ വന്ന് കണ്ടു, ഗ്രേസിനോടൊരു വാർത്ത പറഞ്ഞു. അപ്പോഴീ കണ്ടു ഗ്രേസിന്റെ சீக்ரெட்டா சொல்லு சார். எனக்கு தெரியும், நான் சும்மா அதை അത് ഭയങ്കര റെയർ ആയിട്ട് എനിക്ക് വരുന്ന ഒരു സാധനം. അത് എനിക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഒന്ന് നിന്നു എങ്ങാനും. പക്ഷെ എനിക്ക് ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്, ഷൂട്ട് ലൊക്കേഷനിൽ നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലായിരിക്കില്ലോ നമ്മൾ നിൽക്കുക. നമ്മുടെ റിയൽ ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ ചെയ്യേണ്ടത് ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ളൊരു സീനായിരുന്നു, സീക്വൻസ് ആയിരുന്നു. അപ്പം എനിക്കിത് ആരോട് പറയണ്ടേ, എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല. പക്ഷെ ഹ്യൂമർ നമ്മൾ ചെയ്യണം. പക്ഷെ ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാവരോടും പറയുന്ന ഒരാളുമല്ല. സോ സംഹൗ റാം സാർ വന്നിട്ട് ഗ്രേസ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. സാറിന് മനസ്സിലായിട്ടാണോന്നും എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയത്തില്ല. അത് നമുക്ക് ഈ വളരെ റെയർ ആയിട്ട് നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എവിടെന്നെങ്കിലും ഒരാളായിട്ട് വന്നിട്ട് അയ്യോ ഓക്കെ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കുഴപ്പമില്ല, ആരെങ്കിലും നമുക്കുണ്ട്. ഇവൻ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ. കാരണം ഞാൻ കേരളത്തിലല്ല, എനിക്കറിയാവുന്ന ആരുമില്ല, എനിക്കറിയാത്തൊരു സ്ഥലത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. സാർ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. കാരണം സാറിനറിയാം അവരുടെ ആക്ടർ എപ്പോഴും അവരുടെ ഫേസിലാണ് അവരുടെ എല്ലാം ഇരിക്കുന്നത്. അപ്പം അവരെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കി വെക്കണം എന്നുള്ളത് സാറിന് നല്ലോണം അറിയാം. സാർ അത് വന്ന് ചോദിച്ചു. ആ സ്പോട്ടിൽ എൻ്റെ അത് മാഞ്ഞുപോയി, എവിടെ നിന്നാണ് പോയെന്ന് അറിയത്തില്ല. വളരെ നോർമലായിട്ട് ചെയ്തു. സാർ ഏത് സീക്വൻസ് എന്ന് വെച്ചാൽ നമ്മൾ സാർ വന്നിട്ട് തണ്ണി കുടിക്കണം എന്ത് സീക്വൻസ് ഇല്ലേ സാർ, ഏറ്റവും ഫണ്ണി ആയിട്ട് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു അത്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. ഇപ്പോൾ ഇത് ഓർക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു മൊമെന്റിലൂടെ നമ്മൾ കടന്നു പോയാലും നമുക്ക് ആ ഒരു കംഫർട്ട് സ്പേസ് ഒരു ഡയറക്ടർ തരുമ്പോൾ എത്രത്തോളം ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആക്ടേഴ്സിന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോഴും രാമസോറിന് ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കാൻ നമുക്ക് മടിയില്ല. സ്റ്റിൽ ദർ ഈസ് എ റെസ്പെക്ട്, സ്റ്റിൽ ദർ ഈസ് എ ഫൺ സൈഡ്. പക്ഷെ എന്നാലും ആ ഒരു സ്പേസ് അത് കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. യെസ്.